ഹായ്, ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ പൊങ്കാലയാണ്. പൊങ്കാലയ്ക്ക് പോവുകയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ അമ്പലത്തിൽ പൊങ്കാലയാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസമാണ് ഞങ്ങളുടെ അയ്യപ്പ ക്ഷേത്രത്തിലെ പൊങ്കാല. അന്നാണ് ചക്കുളത്ത് കാവിലെയും പൊങ്കാല. അപ്പം ചക്കുളത്ത് കാവിൽ ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് പൊങ്കാലയ്ക്ക് പോയിട്ടില്ല. പോകണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ പൊങ്കാല ഇപ്പോൾ 2-3 വർഷമായിട്ടേ മുടങ്ങാതെ ഞാൻ ഇടുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ പൊങ്കാലയൊക്കെ ഇടുന്നത്. നാട്ടിലുണ്ടായിരുന്ന സമയത്ത് നാട്ടിൽ ഞങ്ങളുടെ അടുത്ത് തന്നെ ദേവീക്ഷേത്രത്തിൽ പൊങ്കാല ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്തൊന്നും ഞാൻ മുടക്കാറേ ഇല്ലായിരുന്നു പൊങ്കാല. എല്ലാ പൊങ്കാല ഇടുമായിരുന്നു. നമ്മുടെ പൊങ്കാലയുടെ സമയമായി. അപ്പോൾ തിരുമേനി വന്ന് ആദ്യം നമ്മുടെ വിളക്ക് തെളിയിക്കും. വിളക്ക് തെളിയിച്ചതിന് ശേഷം പിന്നീട് തിരുമേനി തന്നെയാണ് അടുപ്പിലും തീ കത്തിച്ച് തരുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ വിളക്ക് തെളിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ എൻ്റെ വിളക്ക് തിരുമേനി കത്തിച്ച് തന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന ചേച്ചിക്ക് ഞാൻ എൻ്റെ വിളക്കിൽ നിന്ന് തീ പകർന്ന് നൽകുകയാണ്. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളായിരുന്നു. എന്നാലും ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി വളരെ ഭംഗിയായിട്ട് പൊങ്കാല എല്ലാം ഇടുകയാണ്. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു സാധനവും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എല്ലാം അമ്പലത്തിൽ തന്നെ കിട്ടും. കാരണം ഈ മൺകലമൊന്നും നമുക്കിവിടെ കിട്ടില്ല. മൺകലമൊക്കെ നാട്ടിൽ നിന്ന് വരുത്തുന്നതാണ്. അതേ കണക്ക് തന്നെ നമ്മുടെ കയ്യിലെങ്ങും വിറവും ഇല്ല. അപ്പോൾ അമ്പലത്തിൽ തന്നെ ഇതെല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. മൺകലം, വിറക്, നാളികേരം, അങ്ങനെ വേണ്ട ഒരു പൊങ്കാല പായസത്തിന് ആവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം, ശർക്കര, അതേ കണക്ക് തന്നെ ഏലക്കാപ്പൊടി, ചുക്കുപൊടി എല്ലാം അമ്പലത്തിൽ തന്നെ തരും. ഇങ്ങേയറ്റം നമ്മൾ ആ വിളക്ക് കൊളുത്തുന്ന ആ ചെറിയ ഒരു മൺചിരാതില്ലേ, അത് സഹിതം നമുക്ക് അമ്പലത്തിൽ നിന്നാണ് തരുന്നത്. അഗർബത്തി, പഴം, നെല്ല്, ഇതെല്ലാം നമുക്ക് അമ്പലത്തിൽ നിന്നാണ് തരുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സാധനവും കൊണ്ടുപോകേണ്ട കാര്യമില്ല. കാരണം കൊണ്ടുപോകാനായിട്ട് നമ്മുടെ കയ്യിലില്ല. ഈ നെല്ലിനൊക്കെ എവിടെ പോവും? പഴം, ശർക്കര, അരി, ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയോ വിറവോ അല്ലെങ്കിൽ മൺകലോ, പിന്നെ അതേ കണക്ക് തന്നെ നെല്ല്, നമ്മൾ ഗണപതിക്ക് വെക്കാനായിട്ടാണ് നെല്ല് വെക്കുന്നത്. പിന്നെ അടുത്ത് വീടുള്ളവരൊക്കെയും വീട്ടിൽ വിറവുള്ളവരൊക്കെയൊക്കെ വിറവൊക്കെ കൊണ്ടുവരുന്നത്. ചിലവരൊക്കെ റോസസിലൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവിടെ തെങ്ങൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ തെങ്ങിൻ്റെ ചൂട്ടും അതൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്കും കുറച്ച് തരുമായിരുന്നു. അത് കണക്ക് തന്നെ മിക്കവാറും ഉള്ളവരെല്ലാം ചിരട്ട കൊണ്ടുവരും. പക്ഷേ ഞാൻ ചിരട്ടയൊന്നും കൊണ്ടുപോയില്ല. ഞാൻ അമ്പലത്തിൽ നിന്ന് തന്ന വിറവ് വെച്ചിട്ടൊക്കെയാണ് തീ കത്തിച്ചത്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലൊരു ഇങ്ങനെ ഇളക്കാനായിട്ട് ഒരു ചിരട്ടയുടെ തവി ഉണ്ടായിരുന്നു. അത് ഞാൻ കൊണ്ടുപോയി. ബാക്കിയെല്ലാം അമ്പലത്തിൽ നിന്ന് തന്നെ എടുത്തത്. എൻ്റെ കൂടെ ധനുഷും ഉണ്ടായിരുന്നു. ധനുഷും സ്കൂളിൽ അവധിയാണ്. അങ്ങനെ തീ പറ്റിച്ചു. എൻ്റെ ദൈവമേ, തീ പറ്റിച്ച് കഴിഞ്ഞപ്പം നോക്ക് എന്തുമാത്രം പുകയാണ് വരുന്നത് നോക്ക്. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ കുറച്ച് തൊണ്ടൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ഞാൻ മാത്രമല്ല, എല്ലാവരും വെച്ചു. അത് കണ്ടിട്ട് ഞാനും വെച്ചു. ആ തൊണ്ട അങ്ങോട്ട് പുകയാൻ തുടങ്ങി. എൻ്റെ ദൈവം ഇങ്ങനെ സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ വരെ ഈ പുകയായിരുന്നു. അത് ഞങ്ങളൊക്കെ നിന്ന സ്ഥലത്ത്, അതായത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നന്നായിട്ട് പുക ആ സൈഡിലേക്കായിരുന്നു വരുന്നത്. ഭയങ്കര പുകയായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ അരി ഇടുവാണ്. അരിയും അമ്പലത്തിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അരി കഴുകാനുള്ള പാത്രം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കേട്ടോ. നമ്മുടെ ഇവിടെയുള്ള മഹാരാഷ്ട്രൻസിനൊന്നും അയ്യപ്പസ്വാമി എന്നൊരു ഭഗവാനെക്കുറിച്ച് ഒരു അറിവുമില്ല. പിന്നെ ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ താമസമുണ്ട്. അവർക്കൊക്കെ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതല്ലേ. നമ്മളെങ്ങാട്ടും കൂടുതൽ അവരാണ് ശബരിമലയിൽ പോകുന്നതും ഒക്കെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ പോകില്ലെന്നല്ല, നമ്മളും ഉണ്ട്. എന്നാലും കണ്ടിട്ടില്ലേ, തമിഴ്നാട്ടിലുള്ളവരും ആന്ധ്രയിലുള്ളവരും ഒക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അതേ കണക്ക് ഇവിടെയും ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര വിശ്വാസമാണ് അയ്യപ്പസ്വാമിയായിട്ട്. അപ്പോൾ ഈ പൊങ്കാല ഇടാനും ആന്ധ്രയിലും കർണാടകയിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് ഇതൊന്നും അറിയത്തില്ല. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഇതല്ലേ ഈ പൊങ്കാല ഇടുന്നത്.
അപ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു, നമ്മൾ സഹായിച്ചൊക്കെ കൊടുത്തു എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഈ വർഷം അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു. അവരുടെയും പൊങ്കാല അവർ വളരെ നല്ല ഭംഗിയായിട്ടിട്ടു. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് അവർ പൊങ്കാല ഇടാൻ വന്നത്, പക്ഷേ അവർക്കെല്ലാം നല്ലതുപോലെ ആവുകയും ചെയ്തു എന്ന് പറഞ്ഞു. അതുമല്ല, മൺകലത്തിലൊക്കെ പൊങ്കാല ഇടുന്നെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വളരെ പ്രത്യേകതയാണ്. നാട്ടിൽ വെച്ചിട്ടായാലും ഞാൻ പൊങ്കാല ഇടുന്നതെല്ലാം മൺകലത്തിലായിരിക്കും. പിന്നെ വേറെ ഒരു ഓടിൻ്റെ കലമല്ല പാത്രമൊക്കെ ഉണ്ടല്ലോ, അതിനകത്തും പൊങ്കാല ഇടാണ്ട്. എല്ലാവരും ഈ പുക കൊണ്ട് ഇങ്ങനെ കരയുവാണ്. അങ്ങനെ എൻ്റെ പൊങ്കാല തിളച്ചു തുടങ്ങി. ചേച്ചി കൊറവിട അറിയാമോ? ചേച്ചി കൊറവിട്. ആ ധനുഷിനും വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവനും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ശർക്കര കൊണ്ട് കൊടുക്കാനും തേങ്ങ കൊണ്ട് കൊടുക്കാനുമായിട്ടൊക്കെ വളരെ ഓടി ചാടി നടക്കുമായിരുന്നു. അവനും വളരെ നന്നായിട്ട് തന്നെ ഈ പൊങ്കാല എൻജോയ് ചെയ്തു. അവൻ്റെ ആദ്യത്തെ അനുഭവമാണ്. സാധാരണഗതിയിൽ പൊങ്കാലയുള്ള ദിവസം അവന് സ്കൂളിൽ പോകേണ്ട ദിവസമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അവന് അവധിയായിരുന്നു. അതുകൊണ്ട് അവൻ ഈ പണ്ടാര അടുപ്പിലെ പൊങ്കാലയൊക്കെ ധനുഷും ധനുഷിൻ്റെ ഫ്രണ്ട്സും ഒക്കെ കൂടിയാണ് ഉണ്ടാക്കിയത്. അതൊക്കെ നല്ല ഒരു പുതിയൊരു അനുഭവമായിരുന്നു. ഇപ്പോൾ ശർക്കര ഒഴിക്കേണ്ട സമയമായി. അപ്പോൾ തിരുമേനി ശർക്കര ഒക്കെയാണ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ പൊങ്കാല എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി നിവേദ്യമാണ്. നമ്മൾ നിവേദിക്കാനായിട്ട് നമ്മൾ പൊങ്കാല ഇട്ട് അത് അവിടെ നിന്ന് എടുത്ത് ദേവിയുടെ ആ അമ്പലം ഉണ്ടല്ലോ, ആ അമ്പലത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കണം. അവിടെ വെച്ചിട്ടാണ് നിവേദിക്കുന്നത്. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ തിരുമേനിമാർ വന്ന് നിവേദിച്ച് തരും. കാരണം അതൊരുപാട് പൊങ്കാല ഉണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരുടെ പൊങ്കാലയിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അതെടുത്ത് ദേവിയുടെ മുന്നിൽ കൊണ്ടുവയ്ക്കും. അന്നേരം തിരുമേനി അത് നിവേദിച്ച് തരും. ഇപ്പോൾ 2-3 വർഷമായിട്ട് അടുപ്പിച്ച് പൊങ്കാലയിടാൻ പറ്റുന്നുണ്ട്. ഒരു വലിയൊരു സന്തോഷമാണ്, മനസ്സിനൊരു വല്ലാത്തൊരു സംതൃപ്തിയാണ്. ഇനി ഈ പൊങ്കാല പായസം കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കും. ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ളവർക്ക് എല്ലാവർക്കും വിതരണം ചെയ്യും. അവർക്ക് വലിയ ഇഷ്ടമാണ് ഈ പൊങ്കാല പായസം. കാരണം അവർക്ക് ഈ പായസം കിട്ടത്തില്ലല്ലോ. അപ്പോൾ പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കുവാണ്. ഹായ്, ഞങ്ങളങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ തിരിച്ചു വന്നു. പൊങ്കാലയൊക്കെ ഇട്ടിട്ട് വന്നു. നമുക്ക് നാട്ടിലെങ്ങും പൊങ്കാല ഇടാനൊന്നും പറ്റത്തില്ല. അപ്പം നാട്ടിൽ പോകുന്ന സമയത്ത് പൊങ്കാല എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോയി ഇടാറുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ദേവീക്ഷേത്രത്തിലൊക്കെ ചന്ദ്രപ്പൊങ്കാലയുണ്ട്. പിന്നെ അല്ലാതെ എല്ലാ ഞായറാഴ്ചയും പൊങ്കാലയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഞായറാഴ്ച ഞാൻ നോക്കുമ്പോൾ പൊങ്കാല ഇടാറുണ്ട്. അതായത് മാസത്തിലെ ആദ്യത്തെ ഒരു ഞായറാഴ്ച. അപ്പോൾ ഒക്കുന്ന പ്രാവശ്യമൊക്കെ പൊങ്കാല ഇടും. ചന്ദ്രപ്പൊങ്കാല എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ പൊങ്കാല ഇടുന്നത് വൈകുന്നേരത്താണ്. അതായത് അത് ചന്ദ്രൻ ഉദിച്ച് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ചന്ദ്രപ്പൊങ്കാല ഇടുന്നത്. അത് വൈകുന്നേരത്ത് അത് ആണുങ്ങൾ ഇടുന്നത്. അത് ധനുഷും ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നാട്ടിലൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ ദേവീക്ഷേത്രത്തിൽ മുടങ്ങാതെ പൊങ്കാല ഇടാൻ പോകുമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് അമ്പലത്തിലൊക്കെ പോയി പൊങ്കാലയൊക്കെ ഇടാനായിട്ട്. അപ്പോൾ ഇവിടെയും പൊങ്കാല ഇപ്പം ഞാൻ അടുപ്പിച്ച് 3-4 വർഷമായിട്ട് ഇടുന്നുണ്ട്. മുടങ്ങാതെ തന്നെ ഇടുന്നുണ്ട്. മുടങ്ങാതെ ഇടാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. അന്യനാട്ടിൽ താമസിക്കുന്ന ഞങ്ങൾക്കും പൊങ്കാലയ്ക്ക് ഇടണ്ടേ? പൂനെയിലും ബോംബെയിലും ഒക്കെ വേറെ ഒരുപാട് അമ്പലങ്ങളിൽ പൊങ്കാലയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചമ്പലത്തിലെ കൊച്ചു പൊങ്കാല, അതായത് ഒരുപാട് ആൾക്കാരൊന്നുമില്ലായിരുന്നു, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ അയ്യപ്പക്ഷേത്രത്തിൽ ദേവിയുണ്ട്. അപ്പം ഇന്ന് കാർത്തികയാണ്, തൃക്കാർത്തിക ദിവസം, വൃശ്ചിക മാസത്തിൽ. ഇന്നാണ് ചക്കുളത്ത് കാവിലും ഇന്നാണ് പൊങ്കാല. അപ്പം അത് കണക്കാണ് ഇവിടെയും പൊങ്കാല വരുന്നത്. തൃക്കാർത്തികയുടെ എന്നാ പൊങ്കാല വരുന്നത്. ഇന്ന് വൈകുന്നേരത്ത് വീട്ടിലെല്ലാം വിളക്കൊക്കെ കത്തിച്ച് വയ്ക്കണം. എടാ, പൊങ്കാലയുടെ പായസം എല്ലാവർക്കും കൊടുക്കണ്ടേ?
ഇപ്പൊ കൊടുക്കണം എല്ലാവരും കാണുമായിരുന്നു. ആൾക്കാരെ ഇപ്പൊ ആരെങ്കിലും വെളിയിൽ പോയിട്ടുണ്ടോ ഒരാൾക്കും കൊടുക്കണം. ആർക്കാ? ആരാ? അതെന്താ? കാരണം ആന്റി അവരെ നമുക്ക് വേണ്ടിയിട്ട് അവര് ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു അവർക്ക് കൊടുക്കണേന്ന്. പിന്നെ നമ്മളോട് എത്ര കാര്യമായിരിക്കും സത്യത്തിന്റെ ഫാമിലിക്ക് കൊടുക്കാം. അച്ഛനോട് സംസാരിച്ചിട്ട് അച്ഛനും ചേട്ടനുണ്ടെന്ന് കൊടുക്കാൻ നോക്കാം. ഇന്ന് തൃക്കാർത്തിക ദിവസം ആയതുകൊണ്ട് വൈകുന്നേരത്ത് വിളക്ക് കൊളുത്തണം. അങ്ങനെ വൈകുന്നേര സമയമായി ഞങ്ങളങ്ങനെ വീട്ടിൻ്റെ മുന്നിലും എല്ലായിടത്തും വിളക്ക് കൊളുത്തി വെച്ച്, ഇത് ഞങ്ങളെ വിളക്ക് കൊളുത്തുന്ന അമ്പലത്തിൻ്റെ മുന്നിൽ കൊളുത്തി വെച്ച വിളക്കാണ്. അത് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തുള്ളൂ, വെളിയിലത്തെ ഒന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പൊങ്കാല വിശേഷങ്ങളും കാർത്തിക വിശേഷങ്ങളും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ നമ്മുടെ പൊങ്കാല വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.